ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തലയിൽ കുറച്ച് താരനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ട് തലയിൽ. അപ്പോൾ ഈ ഒരു താരൻ വന്നാലും എനിക്കത് പ്രശ്നമല്ല, കാരണം ഞാൻ അതുപോലെ തന്നെ വരുന്ന അതേ സ്പീഡ് തന്നെ ഇതിനെ ഞാൻ ഇല്ലാതാക്കലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ചെറുതായിട്ട് തലയിൽ ചൊറിച്ചിൽ വരും. അപ്പം തന്നെ എനിക്ക് മനസ്സിലാവലുണ്ട് തലയിൽ താരൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇതിനെ ഇല്ലാതാക്കലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ് മുടിയിലിട്ട് കൊടുക്കൽ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല പോലെ വിയർപ്പ് ഉണ്ടാവും, അതുപോലെ പൊടിയൊക്കെ മുടിയിൽ തങ്ങി നിൽക്കാനുള്ളൊരു ചാൻസ് കൂടുതലുള്ളൊരു സമയമാണ്. നല്ല പോലെ വെയിലൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമുക്ക് മുടി നല്ല പോലെ കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുടിയിൽ ഇതുപോലെ എണ്ണ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എണ്ണ ഇടാൻ സുഖമാണ്. തലയോട്ടിയിലൊക്കെ നല്ലപോലെ ഇത് ഇറങ്ങിപ്പോട്ടോ ഈ ഒരു എണ്ണ. അപ്പോൾ അങ്ങനെ ഈ ഒരു എണ്ണ മുടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും എണ്ണ ഇടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മുടിയുടെ തുമ്പത്തും അതുപോലെ തലയോട്ടിയിലൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് എണ്ണ ഇടുന്നില്ല. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു തവണ ചെയ്തിരുന്ന കാര്യമാണത്. ചിലപ്പോൾ ഞാൻ നേരം വൈകി പോവും. അങ്ങനെയാണ് ഈ ഒരു താരൻ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ മുടിയിൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മുടിയിൽ താരനും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു എണ്ണ മുടിയിലിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മുടിയിൽ മസാജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നെല്ലിക്ക, ചെമ്പരത്തി, കഞ്ഞുണ്ണി, അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നീലയമരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ മുൻപ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് മുടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മുടി കൊഴിച്ചിലോ ധാരണ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് എണ്ണ ഉണ്ടാക്കി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ 2 ഭാഗത്തേക്ക് ഇങ്ങനെ മുടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പം കണ്ടോ, എൻ്റെ കയ്യിൽ കുറച്ച് മുടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് മുടി കൊഴിച്ചിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു താരൻ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് മുടി പൊട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് അത്യാവശ്യം മുടി പോയി ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെ ഇല്ലാതാക്കും. എനിക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട അതൊന്നും കളയാനായിട്ട്. ഞാൻ ഈ ഒരു ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെ മതി ഇത് ചെയ്യാൻ, ഇതിനെ ഇല്ലാതാക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറുപയറിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ മുടിയിൽ നല്ല പോലെ ഇട്ടതിന് ശേഷം മുടി നല്ല പോലെ കെട്ടി വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മുടിയിൽ വെക്കുക. അതിന് ശേഷം വേണം ഇനി ചെയ്യാനുള്ളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി വേണ്ടത് ചെറുപയറിൻ്റെ പൊടിയാണ്. ചെറുപയറിൻ്റെ പൊടി ഞാനിവിടെ എടുത്തിട്ട് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും ചെറുപയറിൻ്റെ പൊടി മാത്രമാണ് കേട്ടോ മുടിയിലിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പം അത് ഏതാണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കടലപ്പൊടി നമുക്ക് മുടിയിൽ നല്ലപോലെ മുടിയിലുണ്ടാവുന്ന ഈ ഒരു ചെളിയും പൊടിയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം കടലപ്പൊടി ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കഞ്ഞിവെള്ളമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. വെറും പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പത മാത്രം മതി കേട്ടോ. നമ്മുടെ മുടിയിലുണ്ടാവുന്ന അധികമുള്ള എണ്ണമയവും ചളിയും പൊടിയൊക്കെ ഇല്ലാതാക്കാൻ ഇതിലുണ്ടാവുന്ന ഈ ഒരു പത മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് പതഞ്ഞ് വരുന്ന ഷാമ്പു ഒക്കെ ശരിക്കും നമുക്ക് മുടിയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഷാമ്പു ഒക്കെ മുടിയിൽ ഇടുമ്പോൾ നമുക്ക് മുടി നല്ല പോലെ മുടിക്ക് പ്രശ്നങ്ങൾ വരിക ചെയ്യും. നമ്മുടെ മുടിയുടെ കളറ് കുറയും, അതുപോലെ കട്ടി കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നല്ല പതഞ്ഞ് വരുന്ന ഷാമ്പു ഒക്കെ ഇടുമ്പോൾ ഇത്രയും പത വരുന്ന ഷാമ്പു ഒക്കെ മതി ഇഷ്ടം ശരിക്കും നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് ഷാമ്പൂസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ മുടി വാഷ് ചെയ്യുക. അത് വേറെ കാര്യം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഷാമ്പു ഇട്ട് എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇത് മുടിയിലിട്ടിട്ട് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് നേരം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് മുടിയിൽ വെച്ചിട്ട് അപ്പോഴേക്കും ഇത് ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് മുടി വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്തും മുടിയിൽ നല്ല പോലെ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഇത് കെട്ടി വെക്കുകയാണ്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആ മുടിയിലിട്ട എണ്ണമയൊക്കെ നന്നായിട്ട് ഇല്ലാതായിട്ടുണ്ട്. മുടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നോർമൽ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത അതേ ഒരു ഇഫക്റ്റാണ് കേട്ടോ മുടിക്ക് കിട്ടുന്നത്. മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുടിയിലുണ്ടാകുന്ന ഈ ഒരു ചെളിയും പൊടിയൊക്കെ ഇല്ലാതായാൽ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലും ഇല്ലാതാവും കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത് മുടി കൊഴിച്ചിലും താരനൊക്കെ കൂടുതലായി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്